ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ശ്രീനഗറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ശ്രീനഗറിലാണ് ഉള്ളത്, ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ശ്രീനഗറിൽ തൊളിത് ഫെസ്റ്റിവലും കാര്യമൊക്കെ ആയിട്ട് ഈ മാസം ഭയങ്കര സ്പെഷ്യലാണ്. വെച്ചാൽ ശ്രീനഗർ കാണാൻ വരുന്നവർക്ക് തുലിപ് ഫെസ്റ്റിവൽ കൂടെ കാണാം. അതൊരു മാസം ഡ്യൂറേഷൻ മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ശ്രീനഗറിൽ ഈ സമയത്ത് വരാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വരെ പോയി ഫുൾ സ്നോ ആണ്. നല്ല കാലാവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് അങ്ങനെ നന്നായിട്ട് പ്രോപ്പറായി തെർമലൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഇതുണ്ടായിരുന്നില്ല. സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തണുപ്പൊക്കെ ആയിരുന്നു. ഇന്നലെ എനിക്ക് കോൾഡും പിടിച്ചു കുറച്ച്. ഇന്നലെ ഞങ്ങൾ ദൂത് പത്രി പോയി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൺ ടൈം എഡിറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ശ്രീനഗറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് വാച്ച് ദോസ് വീഡിയോസ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. അപ്പം നമുക്ക് ഗുൽമാർഗിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരത്തെ വന്നു. എല്ലാ ദിവസവും ലേറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സ് റെഡിയല്ല. അവർ എല്ലാ ദിവസവും ലേറ്റായി വരുന്ന കാരണം അവർ വിചാരിച്ച് ഇന്ന് അവർ ലേറ്റായിട്ടേ വരുള്ളൂ. എന്ന് ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണ്. കാശ്മീരിൽ എവിടെ നോക്കിയാലും ഭയങ്കര വ്യൂ ആണ്, എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും. അപ്പോൾ എവിടെയും വെയിറ്റ് ചെയ്യുന്നതിനാക്കുന്നതൊന്നും പ്രശ്നമില്ല. ഇത് ജസ്റ്റ് ആ ഒരു വ്യൂവും കണ്ട് എൻജോയ് ചെയ്ത് നിന്നാൽ മതി. നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഛർദിയും തണുപ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ക്ലോത്തിങ് ഒക്കെ ചെയ്യണം. അതുകൂടാണ്ട് ഫുഡ് അതൊക്കെ സമയത്ത് കഴിക്കണം. ഇനി അഥവാ അസുഖം തോന്നുന്നുണ്ടെങ്കിൽ മരുന്ന് കുടിക്കണം. അല്ലാണ്ട് ഇങ്ങനെ അത് അഗ്രിവേറ്റ് ആവട്ടെ എന്ന് വെച്ചാൽ പിന്നെ അത് പ്രശ്നമാവും. അങ്ങനെ അതുകൊണ്ട് കുറച്ചും 1-2 ആൾക്കാരൊന്നും വരുന്നില്ല. പക്ഷേ ബാക്കിയൊക്കെ നല്ല ഇതായിരുന്നു. അത് കൂടാണ്ട് ഇന്നലെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഇറ്റ് വാസ് സച്ച് എ നൈസ് ഒക്കേഷൻ ഫോർ ഹെർ ടു സെലിബ്രേറ്റ് ദ ബർത്ത്ഡേ വിത്ത് ദിസ് എൻറ്റയർ ടീം. സോ വി ഹാഡ് എ പാർട്ടി. ഒരു നല്ല ഒരു കേക്കൊക്കെ മുറിച്ച് എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരം. ഒരു ട്രാവലറിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ട്രെക്കിങ്ങിന് പോയപ്പോഴും അന്ന് ആ ട്രെക്കിങ്ങിൻ്റെ ഗ്രൂപ്പിനകത്ത് അത് നമ്മുടെ സമ്മിറ്റ് പോയ അന്ന് ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്, ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു മെമ്മറി. ഗുൽമാർഗിൻ്റെ എൻട്രി പോയിന്റിലെത്തി. അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു ചാർജൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ ചെക്ക് പോസ്റ്റിലും അങ്ങനെയൊന്നും കൂടുതൽ പൈസേൻ്റെ എക്സ്പെൻസ് ഇല്ല. നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ഉള്ളത് ഈ സ്നോയിൽ ഉള്ളിൽ ചെയ്യുന്ന സ്പോർട്സിൻ്റെ ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് സ്ലെഡ്ജിങ്ങോ അല്ലെങ്കിൽ സ്നോ ബൈക്ക്, അതിനൊക്കെ നല്ല റേറ്റാണ്. അല്ലാണ്ട് എൻട്രിക്കൊന്നും എവിടെയും കാര്യമായിട്ടുള്ള ചാർജൊന്നും ഇല്ല. വരുന്ന വഴിയിൽ ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത് ഈ പച്ച നിറഞ്ഞ വാലീൻ്റെ താഴ്വാരത്തിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. കുഞ്ഞു അല്ല, വലിയ വീടുകൾ തന്നെയാണ്. അത് അത്രയും താഴ്വാരത്തിലായത് കാരണമാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഷേപ്പും അത് ഇതിൻ്റെ റോഡിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വിഷ്വൽസ് അതിമനോഹരമാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ റൂട്ട് 1.5-2 മണിക്കൂർ ജേർണി ഉണ്ടെങ്കിലും അത് ബോറിങ്ങേ അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഗുരുദ്വാര കാണാം ഇവിടെ. സ്നോമാൻ്റെ ഷേപ്പിലുള്ളത്. ഗുൽമാർഗിൽ പോകുന്നതിന് മുന്നേ ഫുൾ സെറ്റിംഗ് ആയിട്ടാണത്. ഓരോരുത്തരും എല്ലാരും ഫുൾ പാക്ഡ് ആണ്.
ബൂട്ട്സിലാണ് ബൂട്ട്സും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുന്നത്. ഇത്രയും ദിവസമൊന്നും ഞാൻ ബൂട്ട്സും വാങ്ങിച്ചില്ല. ട്രെക്കിംഗ് ഷൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഇവിടെ കുറേ കൂടുതൽ ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഹൈറ്റിലാണ് പോകാൻ പോണേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കേബിൾ കാറിൽ പോകണം. ഭയങ്കര സ്നോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Everyone is like a snowman. Wear your cap also. डालो मास्क भी पहनेगा तो कुछ भी बाहर नहीं है, सिर्फ आईज बाहर दिखता है. സോ മറ്റുള്ള സെൻറ്ററുടെ പോയ പോലെയല്ല. സോൺമാർഗിലെ എൻട്രി പിന്നെ അവിടുത്തെ ടിക്കറ്റ് അതൊക്കെ ഗവൺമെൻറ് റേറ്റിൽ അവർ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ള എന്താ ഈ ആക്ടിവിറ്റീസ് കേബിൾ കാറിൻ്റെ ഒക്കെ അവിടെ 2 പോയിൻ്റാണുള്ളത്. ഒന്ന് താഴെ അതും ഓക്കെയാണ്. പക്ഷേ മുകളിലുള്ളത് 1800 ഫീറ്റ് ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ അക്ലിമറ്റൈസേഷൻ ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് ഭയങ്കര ഓക്സിജൻ ലെവൽ വളരെ കുറവാണെന്നാണ് പറയണേ. അപ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. അങ്ങനെ ആസ്മ അങ്ങനെയൊക്കെ ഇത്ര പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ പോകുന്നത് ഇത്ര റിസ്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, പോയി നോക്കിയിട്ട് അറിയാം എന്താണ് കാര്യങ്ങളെന്ന്. ഗുൽമാർഗിൻ്റെ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് നടന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് കേബിൾ കാറിൽ കയറേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് അങ്ങനെ പോകണ്ടേ. ഫസ്റ്റ് പോയിന്റിൻ്റെ ടിക്കറ്റാണ് ആദ്യം എടുക്കേണ്ടത്. സോ ദാറ്റ്സ് ലൈക്ക് 750 പെർ പേഴ്സൺ. അവിടുന്ന് പിന്നെ എന്താണ് ആൾക്കാർക്ക് ഡിസൈഡ് ചെയ്യാം. അവിടെയാണ് ഈ സ്നോ ആക്ടിവിറ്റീസൊക്കെ നടക്കണേ. സ്ലെഡ്ജ്, കേബിൾ കാർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അതൊരു ചെറിയൊരു ഹൈറ്റിലാണ്. ചെറിയെന്ന് കുറച്ച് എത്രയെന്ന് അറിയില്ല എക്സാക്ട്ലി. എന്നിട്ട് പിന്നെ അവിടുന്ന് അതിന് മുകളിൽ പോകണമെന്ന് ഡിസൈഡ് അവിടുന്ന് ചെയ്യാം. എന്നിട്ട് പിന്നെ വീണ്ടും അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ലെവലിൽ പോവാം. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, കാശ്മീരിൽ നമ്മൾ എവിടെ പോകുമ്പോഴും റോഡിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന പട്ടാളക്കാരെ വളരെ കോമൺ ആയിട്ട് കാണാം. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സും അതൊക്കെ നമുക്ക് എല്ലാ സൈറ്റ് സീയിങ് പ്ലേസസിലും അല്ലെങ്കിൽ കോമൺലി ഓൺ ദ റോഡ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഗോൾഫ് കോഴ്സാണ് നമ്മളീ കാണുന്നത്. ദ വേൾഡ്സിലെ ഹയസ്റ്റ് ഗ്രീൻ ഗോൾഫ് കോഴ്സ് ഓഫ് 18 ഹോൾസ്. അതാണ് ഈ കാണുന്നത്. സമ്മർ ഗോൾഫ് കോഴ്സാണ്. ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇത് ആക്ച്വലി മെഡോസ് ആണ്. പക്ഷേ ഇപ്പോൾ ഫുൾ സ്നോ ഫിൽ ചെയ്തിരിക്കുകയാണ് ഒക്കെയാണ്. അപ്പോൾ സമ്മർ ടൈമിൽ മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഗ്രീൻ ഗോൾഫ് കോഴ്സ് ആൻഡ് ബെസ്റ്റ് ടു പ്ലേ ഡ്യൂറിങ് സമ്മർ ടൈം എന്നാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഐസ് നിറഞ്ഞിരിക്കുമ്പോൾ അത് സ്കീയിങ്ങിനായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാട്ടർ ബോഡീസ് അതൊക്കെ കാണാം. ഇത് ശ്രീനഗറിൽ നിന്ന് ഒരു 80 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ഉള്ളത്. ശ്രീനഗറിൽ ഗുൽമാർഗ് വരെ ഉള്ളൂ എൻട്രീൻ്റെ ഒരു പോയിന്റ്. അത് ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ടുള്ളത് LOC ഏരിയ ആണ്. ഒരു 160 കിലോമീറ്റേഴ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ്. 30 കിലോമീറ്റേഴ്സിന് അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരെ മാത്രമേ ആൾക്കാർക്ക് അങ്ങനെ നോർമലി പോകാൻ പറ്റുള്ളൂ. ഒരു മിലിറ്ററി വെഹിക്കിൾസും ഒക്കെ പോകുന്നത് കാണാം. 160 കിലോമീറ്റേഴ്സ് അങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ പാകിസ്ഥാനാണെന്നൊക്കെയാണ് ഗൈഡ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. ചെറിയ ചെറിയ 2 BHK ഹട്ട് അതൊക്കെ ടൂറിസ്റ്റിന് കൊടുക്കും തന്നെയായിരിക്കണം. ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്.
അതൊക്കെ സ്നോയില് ഫില്ല് ചെയ്തിരിക്കുക. മഞ്ഞിൻ്റെ നടുവിലാണ് അതൊക്കെ ഉള്ളത്. ഐസ് സ്കേറ്റിംഗ് റിങ് ആണ് ഇത്. ആരും സ്കേറ്റിംഗ് ചെയ്യുന്നൊന്നും ഇപ്പോൾ കാണാനില്ല. ഇത് റിങ്ങൊന്നും കാണാനേ ഇല്ല. ഇതിൻ്റെ ഉള്ളിലാണത്. ഐസ് സ്കേറ്റിംഗ് റിങ്. ടിക്കറ്റ് എടുക്കേണ്ടതിൻ്റെ അടുത്ത് എൻട്രി പോയിന്റ് ആണിത്. വരുമ്പോൾ അത് മാറ്റാൻ വേണ്ടി ഒരു വെച്ചിട്ട് വെക്കുന്നുണ്ട്. കാരണം അവിടെ അത്രയും ഓൺ റോഡ് ഐസ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് ഗേറ്റ് നമ്പർ 1ലേക്ക് ഇതിലൂടെ. അപ്പോൾ കേബിൾ കാറിൽ പോകാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. കേബിൾ കാറിൽ നിന്ന് പോകുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. കേബിൾ കാർ যাচ্ছি আমরা ফেজ 1 গুলমার্গ। किसने बोला? 18 बोल रहे थे मुझे। ना 18 इज खरदुंगला पास। वो हाईएस्ट इसको होता है वहाँ पे, उसमें होता है 14,000 नियरली 13,000 समथिंग। कौन सा सेकंड पॉइंट? ओके, सेकंड पॉइंट 14,000 ആണെന്ന് പറയുന്നത്. ഓക്സിജനൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടി ഉണ്ടാവും. അക്ലമറ്റൈസേഷൻ ആണ്. 5-10 മിനിറ്റ് നിന്നിട്ട് തിരിച്ചു വരണം. നല്ല 4-5 ഫീറ്റ് ഹൈറ്റിലൊക്കെ സ്നോ ഉണ്ട് എന്നാ പറയണേ. കാലൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് ഒരാളെന്നെ അതിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഹൈറ്റിലാണ് സ്നോ ഉള്ളത്. ഫ്രം മൈ ഗ്രൂപ്പ്. ഇവരൊക്കെ ഒത്തിരി ഈ ചേച്ചിയൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ പോയതാണ്. ഷി ഹാസ് ഡൺ ഓൾമോസ്റ്റ് എവരിതിങ്. ഷി ഹാസ് ഡൺ അന്റാർട്ടിക്ക. ഷി ഹാസ് ഡൺ മോസ്റ്റ് ഓഫ് ലൈക്ക് മാൻസരോവർ. വാട്ട് എൽസ് യു ഹാവ് ഡൺ? മാൻസരോവർ, അമർനാഥ് ഒക്കെ ചെയ്ത പുള്ളികളാണ് ഇരിക്കുന്നത്. ചെറിയ ആൾക്കാരെന്നല്ല. ദേ ആർ ലൈക്ക് യു നോ സൂപ്പർ വുമൻ വിസിറ്റിംഗ് ഹിയർ. കേദാർനാഥ്, തുംഗനാഥ്, ലേ ലഡാക്കിലൊക്കെ ബൈക്കിലൊക്കെ പോയിട്ടാൽ ബൈക്ക് പിൻഡാരി ഗ്ലേഷ്യർ. പുലിയാണ് ഇരിക്കുന്നത്. And she also done lot of places. She has done even Antarctica. ചോദിച്ചു മനസ്സിലാക്കി. അലാസ്ക, അന്റാർട്ടിക്ക അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരൊക്കെ എന്താണ് ഏജ് ഒന്നും ഒരു മാറ്റർ അല്ലാന്ന് തെളിയിക്കുന്ന ലൈവ് പ്രൂഫാണ് ആൾക്കാർ. എന്റെ അമ്മയോട് വരാൻ പറഞ്ഞപ്പോ അമ്മ ഇത്രയും ദൂരം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അമ്മ വന്നില്ല. അമ്മ കണ്ടു നോക്ക് ആന്റിമാരൊക്കെ കറങ്ങി നടക്കുന്നത്. You're no good for me. We're so bittersweet, but I still want you. I do. Baby, can't you see what you do to me?
വന്നിട്ടാകുമ്പം ഉള്ള വ്യൂ ആണിത്. ഇതിനൊക്കെ എങ്ങനെ അതിമനോഹരമൊന്നും പറയാൻ പറ്റില്ല. അവർ പറയും ഇപ്പം ഐസ് കുറവാണ്, ജനുവരിയിൽ വരണമായിരുന്നു എന്ന്. നമുക്കൊക്കെ ഐസ് വളരെ കൂടുതലാണ്. സ്നോ, ഇറ്റ്സ് ലൈക്ക് സ്നോ ഫിൽ മൗണ്ടെയിൻ വിത്ത് എവർഗ്രീൻ ഫോറസ്റ്റ്. കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും രസമുണ്ട്. നല്ല തിരക്കുണ്ട്, നല്ലോണം ആൾക്കാരുണ്ട് അവിടെ. ഞാനിവിടെ ഇറങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഫസ്റ്റ് പോയിൻ്റാണ്. ഇനി ഇവിടുന്ന് ഇവിടെയാണ് പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കണം, സ്നോ സ്പോർട്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്നും ഒരു കേബിൾ കാർ എടുത്ത് നെക്സ്റ്റ് ഹയസ്റ്റ് പോയിന്റിൽ പോണതാണ്. അതിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഗണ്ടോല എക്സ്പീരിയൻസ്? വെരി നൈസ്. പോകുന്നില്ലേ? അടിപൊളി. സെക്കൻഡ് അവളുടെ മലയാളം കേൾക്കണ്ട പറഞ്ഞേ. അടിപൊളി പോലും ആൾക്കാരിട്ട് അടിക്കും. സെക്കൻഡ് പോയിന്റിൽ പോകുന്നില്ലേ? പോകില്ല. അപ്പൊ ആള് ഒന്നിനും എല്ലാത്തിനും റെഡി ആയി നിൽക്കുകയാണ്, എവിടെ വേണമെങ്കിലും. ഇവിടെ കൂടാൻ ഒരു ഗൈഡും ഉണ്ട്. entire team is here. I want to sit in the car. ഗ്രൂപ്പിനകത്ത് സ്നോ ബൈക്ക് അവിടെ ഒത്തിരി ദൂരെയാണ് അത്. ഞാനിത് ഇതിപ്പം എന്താണ് 4.5 സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് പോലും ഒരു പൊട്ട് പോലെയേ കാണാനുള്ളൂ, അത്രയും ദൂരെയാണ്. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം sorrows. Maybe one night you can play the hero. Hold your stick tight. Hold your stick tight. Nice. Mommy, it's so difficult to walk. See how Usha is walking. ആ ഗംബൂട്ട്സ് ഇട്ടതുകൊണ്ടാണ് ഇത്രയെങ്കിലും നിൽക്കുന്നത്, അല്ലെങ്കിൽ കാലങ്ങ് താണു പോകും. So wearing gumboots is compulsory here. മഞ്ഞിലൂടെ നടക്കാണ്, നല്ല രസമുണ്ട് നടക്കാൻ. ഫീലൊന്നും അറിയുന്നില്ല ആ ഗംബൂട്ട്സ് ഉള്ള കാരണം. ഉഷേൻ്റെ എക്സ്പെർട്ടീസ് നോക്കൂ, വാക്കിംഗ് ഇൻ സ്നോ. ഷീസ് വാക്കിംഗ് ലാസ്റ്റ് 3-4 days. ഷീസ് നൗ എക്സ്പെർട്ട്. അയ്യോ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെ കണ്ടോ, മഞ്ഞിൻ്റെ ഉള്ളിൽ ആണിരിക്കുന്നുണ്ട്. അമ്മാ അയ്യോ ഇത് എങ്ങോട്ട് പോകാനാണെന്ന് അറിയില്ല. എവിടുന്ന് ഷോർട്ട് കട്ട്? അമ്മേ എൻ്റെ കാല് പോയി. എൻ്റെ കാല് ഇത്രയും ഇതിൻ്റെ ഉള്ളിലാണ്. ഈശ്വരാ, oh my god, this is not the right route to go, man. How will I take on? It's coming easily. ഇത്രയും താഴെ പോയി. Are you sure we can cross this way? ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രോസൺ ആയിട്ടൊക്കെ കാണാം. ചൽ Usha is crossing the snow river. Look straight.
ഭയങ്കര സ്പീഡായിരുന്നു. എന്റെ ഈശ്വര, ഇവിടെ കാണുന്നൊക്കെ സ്നോ ബൈക്സ് ആണ്. ഇവരുടെ സ്നോ റൈഡിലും K1, K2, K3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് K2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇത്ര. സ്നോ ബൈക്ക് റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ചെറിയ 1, 2, 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കാശ്മീരി ഐറ്റംസ് ഒക്കെ കഴിക്കാൻ അവൈലബിൾ ആണ്. അല്ലാണ്ട് ബാക്കി മാഗി, ടീ, കവ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. സെക്കൻഡ് ഫേസ് പോകുന്നത് അവിടുന്ന് തുടങ്ങിയിട്ട് കേബിൾ കാർ പോകുന്നത് കാണാം. ഇവിടുന്ന് പോയി ഇതിൻ്റെ ആ മരം കാണുന്ന അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പോയി അവിടെ, അതാണ് ആ ടോപ്പ് ഓഫ് ദ ഹില്ലാണ്, മൗണ്ടെയിനാണ്, അവിടെയാണത്. അവിടെ വരെ ഇത് ഞാൻ 6 times അത് സൂം ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം അത്രയും വലിയൊരു റൂട്ടിലേക്ക് കൂടിയാണ് ഇത് പോണേ. ഇതിൻ്റെ ഇടയിൽ വന്നു Kashmiri pulao. Usha is enjoying Kashmiri pulao. दम आलू भी है हमारे पास, बढ़िया कश्मीरी राजमा भी है, नान भी है. फिर बाद में आप नान ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെയും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റട്ടെ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്, അതിനെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ, ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. There are a lot of people who is traveling and India ഭയങ്കര സേഫാണ് ട്രാവൽ ചെയ്യാൻ. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നു. ഇതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല സോളോ ട്രാവലിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാവലിൽ, അല്ലെങ്കിൽ ട്രെക്കിങ്ങിൽ. അതിലൊക്കെ അൺനോൺ ആൾക്കാരുമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഈവൻ ഈ പ്രാവശ്യത്തെ ട്രാവലും ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉള്ള കുറേ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുമാണ്, ആരെയും അറിയുന്നവരല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസും ഇന്നേ വരെ എനിക്കുണ്ടായിട്ടില്ല. സോ ദാറ്റ് മേക്സ് മീ മോർ കോൺഫിഡൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി സേഫ് ടു ട്രാവൽ. ഈവൻ ഇൻ ശ്രീനഗറിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അത്രയും സേഫാണ്. അതിലൊരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് അവർ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, കറക്റ്റ് ഇൻഫർമേഷൻ തരും, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ടിപ്സും അങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് വെരി ഹാപ്പി. അവർക്ക് കിട്ടുന്നത് അത് മാത്രമാണ് ഇവിടെ നിന്നുള്ള ഇതിൻ്റെ അകത്തുനിന്ന്. Okay, so I hope you are enjoying. Please share with people, especially girls, ladies who wanted to travel. അവരുടെ ഗ്രൂപ്പുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. അയ്യോ, ഗോണ്ടോള റൈഡ്, സ്നോ ബൈക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോവാണ്. താഴോട്ട് പോകുന്ന വ്യൂ ആണിത്. ഗോണ്ടോള റൈഡ്. ഇവിടെ ആൾക്കാർ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. How
സ്ലോ പോകുന്ന പോലെയാവുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ കുമ്മില് പൊന്തി നിൽക്കുന്ന പോലെയുണ്ട്. വൈറ്റ് കുമ്മില് ആൾക്കാർ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. നടന്നു കയറുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സ്ലെഡ്ജിലേക്കൂടെ ആൾക്കാർ വരുന്നതാണ്. നല്ല സ്ലോപ്പി ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല സ്പീഡിലാണ് വരുന്നത്. ഇതെവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല വരുമ്പോ. അത്രയും ഇവിടെ നിറച്ചും കാണാം കുഞ്ഞു കുഞ്ഞു വീടിന്റെ മുകളിൽ. അത് ഇത്രയും ഭാരത്തിൽ ഇത്ര നല്ല ഹെവി, നല്ല വെയിറ്റ് ഉണ്ടാവും. സ്നോ നിറഞ്ഞ് അതൊന്നും ഡാമേജ് ആവാതെ നിൽക്കുന്നതാണ് വലിയൊരു കാര്യം. ഇവിടെ ഒരു വീടൊക്കെ ഇങ്ങനെ വീണ് പൊളിഞ്ഞിരിക്കുന്ന കാണാം. സ്നോന്റെ വെയിറ്റ് കൊണ്ട് പറ്റായിരിക്കും. ഇവിടെയുണ്ട് പൊളിഞ്ഞ വീട്. ഇവിടെയുണ്ട് പൊളിഞ്ഞ വീട്. നാച്ചുറൽ. നോട്ട് ദാറ്റ് വൺ. അവിടെ ഒന്നുണ്ട് പൊളിഞ്ഞു. ആ ഈ ലെഫ്റ്റ് സൈഡില്. അതർവൈസ് അതൊക്കെ സ്നോ ക്യാപ്പ് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട് കാണാനല്ലേ. അടിപൊളി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അവിടുന്ന് തൊട്ട് ഉള്ള ടിക്കറ്റിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് എളുപ്പം ടിക്കറ്റ് എടുത്ത് ഒരു 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാണ്ട് ഉള്ളിൽ കയറി. ഇത് ഫുൾ ഗേറ്റ് കടന്ന് മൈ ഗോഡ് ഐ കാൻ ടെൽ യു. ഇത് ഓൾമോസ്റ്റ് വലിയ ക്യൂ ആണ്. അങ്ങ് വരെ ക്യൂ ആണ്. ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലിയർ ആവുമെന്നും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടിപ്പ് വരുന്നവർ നേരത്തെ എന്നിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ വരാം. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് കണ്ടിട്ട് പോകാം. സ്നോ ബൈക്കിംഗ് ചെയ്തു, ഗൊണ്ടോല റൈഡ് ചെയ്തു, കേബിൾ കാർ. അതൊക്കെയാണ് ഗുൽമാർഗിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാശ്മീരിലെ കുറച്ച് ദിവസമായിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ പോയതാണ്. കുറേ ആൾക്കാർ വെച്ച് ഇപ്പോൾ പോയതാണോ അവിടെയാണോ ഉള്ളത്? യെസ്, ഇന്ന് ഏപ്രിൽ 4th ആണ്. ഏപ്രിൽ 4th ഞാൻ ഇന്ന് ഇവിടെയാണ് ഉള്ളത്. കഴിഞ്ഞ ഒരു വീക്കായിട്ട് 5 ഡേയ്സിൻ്റെ 5-6 ഡേയ്സിൻ്റെ ട്രിപ്പാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, ഒരു മെയിൻ അട്രാക്ഷൻ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ശ്രീനഗർ, അതാണ് ഇപ്രാവശ്യത്തെ വിസിറ്റിൽ കവർ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് വില്ലേജും കാര്യങ്ങളും അതൊക്കെ വേറെ ഒരു അവസരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. സോ ഇതാണ് ശ്രീനഗറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വ്ളോഗ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ഇത് ഷീബാസ് ട്രാവൽ സ്റ്റോറീസ്.